ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം ദ നെറ്റോസ്. ഇന്ന് നിങ്ങൾ ഒരുപാട് ചോദിച്ച നമ്മുടെ ഹോം ടൂറാണ്. ഇതാണ് എൻ്റെ കുരിശുമൂട്. വേളാങ്കണ്ണി മാതാവിൻ്റെ കുരിശടിയാണ് ആ കാണുന്നത്. നേരെ താഴത്തായിട്ട് മുളയിറക്കിയിരിക്കുന്നത് മാതാവിൻ്റെ രൂപം വെച്ച് ലൈറ്റ് ഇടാനുള്ള സെറ്റപ്പാണ്. സെപ്റ്റംബർ 8-നാണ് മാതാവിൻ്റെ പെരുന്നാൾ. അപ്പോഴത്തേക്കും മാതാവിൻ്റെ രൂപവും ലൈറ്റും ഒക്കെ അവിടെ റെഡിയാവും. അപ്പോൾ ഞാനത് കാണിച്ചു തരാം. കുരിശടിയുടെ തൊട്ട് പുറകിലായിട്ട് കാണുന്ന വെള്ള തടി വേലി കെട്ടിയ വീടാണ് ലില്ലിയമ്മച്ചിയുടെ വീട് എന്ന് ഞാൻ പറയുന്ന, ഞാൻ ജനിച്ച് വളർന്ന എൻ്റെ വീട്. ദേ ഈ കാണുന്നതാണ് ഞാൻ കല്യാണം കഴിച്ച് വന്ന ആലൻ്റെ വീട്. 33 വർഷം പഴക്കമുള്ള ഞങ്ങളുടെ വീട്. അപ്പോൾ ഈ റോഡ് കൊല്ലം ബീച്ചിൽ നിന്ന് പരവൂരിലേക്ക് പോകുന്ന തീരദേശ റോഡാണ്. പക്ഷേ പരവൂർ വരെ പോകാൻ പറ്റില്ല. കടലിയേറ്റം കൊണ്ട് ഇടയ്ക്ക് കുറച്ച് ഭാഗത്ത് റോഡ് പോയി. ഇപ്പോൾ റോഡില്ല, ഓഫ് റോഡെന്ന് പറയേണ്ടി വരും. സ്മൂത്തായിട്ട് വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. ഇവിടുന്ന് ഈ കാണുന്ന റോഡ് നേരെ കുറച്ച് അപ്പുറത്തോട്ട് ചെന്നാൽ സെൻറ്റ് ആൻ്റണി കുരിശടിയുണ്ട്. അവിടെ നിന്ന് അകത്തോട്ടുള്ള റോഡിൽ ഇരവിപുരം ജംഗ്ഷനിലേക്കും താന്നി പാലത്തിലേക്കുള്ള വഴിയുണ്ട്. ആ 2 റൂട്ട് എടുത്തിട്ട് വേണം പരവൂരിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഇത് കൊല്ലം ബീച്ചിനും ഇരവിപുരം ജംഗ്ഷനും ഇടയിലാണ് ഞങ്ങളുടെ ഈ വീട്. ഞാൻ എന്താണ് ക്യാമറയും ലൈറ്റും ഒക്കെ തൂക്കി ഇങ്ങനെ വീട്ടിൻ്റെ വെളിയിൽ ഇറങ്ങി നിൽക്കുന്നതെന്നാണ് ഈ പോകുന്നവരൊക്കെ നോക്കിക്കൊണ്ട് പോകുന്നത്. അപ്പോൾ നമുക്കിനി വീടിനുള്ളിലേക്ക് പോവാം. റോഡിൽ നിന്ന് നേരെ നിങ്ങൾ കണ്ട ആ ഗേറ്റ് തുറന്നാൽ ഇതാണ് നമ്മുടെ വ്യൂ. ഇത് ഒറിജിനൽ ഗ്രാസ് അല്ല, ടർഫ് അടിച്ചിരിക്കുന്നതാണ്. ഇവിടെ ചെടികളൊന്നും അധികം നിൽക്കില്ല. ഇപ്പോൾ നിൽക്കുന്ന ഈ ഇത്രയും ചെടികൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ചെടികളായിരിക്കണം. കാരണം ഒന്നും ഉപ്പ് കാറ്റത്ത് ഉണങ്ങി പോകുന്നില്ല. ഞങ്ങളിവിടെ പുല്ല് വളർത്താൻ ഒരുപാട് ശ്രമിച്ചതാണ്, നടക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ ടർഫ് അടിച്ചേക്കുന്നത്. ഇനി വീടിനുള്ളിലേക്ക് പോകാം. ഈ വീടിൻ്റെ പേര് തുഷാര എന്നാണ്. 33 വർഷം പഴക്കമുള്ള വീടാണ് ഇത്. ഈ വീട് വെച്ചപ്പോൾ ഡാഡയും മമ്മിയും ആലൻ്റെ പേരൻസ് ഇട്ട പേരാണ് തുഷാര. അവരുടെ സ്വപ്നത്തിന് അവരിട്ട പേര് നമ്മളെങ്ങനെയാണ് മാറ്റുന്നത്? അതുകൊണ്ട് അതിപ്പോഴും മാറ്റാതെ അങ്ങനെ തന്നെ വെച്ചേക്കുന്നു. ഈ ഒരു ആനവണ്ടി ആരുടേതാണെന്ന് പോലും എനിക്കറിയത്തില്ല. ആലൻ്റെ ഏതോ ഫ്രണ്ട് കൊണ്ട് വെച്ചതാണ്. ഇത് നന്നാക്കി എടുക്കാൻ ആലൻ ഒരുപാട് പാടുപെടുന്നത് ഞാൻ കണ്ടു. പക്ഷേ പെട്രോൾ ടാങ്ക് അടക്കം തുരുമ്പടിച്ചു പോയി. അപ്പോൾ ഞാൻ പിന്നെ ആലൻ്റെ നെക്സ്റ്റ് ബർത്ത്ഡേക്ക് വാങ്ങിയ ബുള്ളറ്റാണ് അവിടെ മൂടിക്കെട്ടിയിരിക്കുന്നത്. ഞാൻ സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുത്ത് ഞങ്ങളുടെ ടൊട്ടൊമണ്ടി, നിലു പറയുന്ന ടൊട്ടൊമണ്ടിയാണ് ആ മൂടിക്കെട്ടിയിരിക്കുന്നത്. എൻ്റെ വണ്ടി, എൻ്റെ ബ്ലൂ സ്കൂട്ടി പപ്പ എങ്ങാണ്ട് എടുത്തിട്ട് പോയി. എൻ്റെ അപ്പൻ വരുന്ന വഴിക്ക് കാണിച്ചു തരാം. നെയിം ബോർഡ് വെച്ചിരിക്കുന്നിടത്ത് ഫേക്ക് പ്ലാന്റ്സ് ആണ്. അവിടെ മണി പ്ലാന്റ് വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ 2 ഹാങ്ങിങ്ങും ഫേക്ക് പ്ലാന്റ്സ് ആണ്. താഴെയുള്ളതൊക്കെ ഒറിജിനലാണ് കേട്ടോ. 2 പേര് ഈ വീഡിയോയിൽ പെടാതിരിക്കാനായിട്ട് സ്കൂളിൻ്റെ ബോർഡിൻ്റെ പുറകിൽ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഇവിടുത്തെ കുരിശടിയുടെ മുന്നിലെ പോസ്റ്റിൽ വെച്ചിരുന്ന അഡ്മിഷൻ ഓപ്പൺ പരസ്യമാണ്. കഴിഞ്ഞ ബുധനാഴ്ചത്തെ കാറ്റിൽ അത് ഇളകി വീണതാണ്. അത് വെച്ചിട്ട് സിറ്റാഡൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ജോയിൻ ആവുമെന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആലൻ്റെ പെങ്ങളുടെ മോളാണ് ഡെല്ല. ഇത് എൻ്റെ മകൻ നദാൻ, നമ്മുടെ കുക്കു സാർ. ഇനി ആ ബാക്കിൽ കാണുന്ന പോണ്ട് അത് ഡാഡ തന്നെ സെറ്റ് ചെയ്തതാണ് കേട്ടോ. ഒരു തൊടിക്കകത്ത് വെള്ളം നിറച്ച് അതിന് ചുറ്റും പാറക്കല്ലും സിമൻറ്റും ഒക്കെ വെച്ച് ഒരു കൽക്കുളം പോലെ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്ത് ആ വെയിലടിക്കുന്ന പാർട്ടിൽ ഒരു വിഗ്രഹം ഇരിപ്പുണ്ട്, നമുക്ക് കടലിൽ നിന്ന് കിട്ടിയത്. അത് ഞാൻ ഇതിന് മുൻപ് ഒരു ലോങ് വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ച് അത് കിട്ടിയതിനെ പറ്റിയും ഇവിടെ വെച്ചതിനെ പറ്റിയുള്ള കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുറ്റത്ത് ടർഫ് അടിച്ചതിൻ്റെ ബാക്കിയാണ് ഞാൻ ഇവിടെ ഈ ഷൂറാക്കിൻ്റെ താഴെയും ഫ്രണ്ടിലുമായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ മണ്ണ് കുറച്ചല്ലേ കയറത്തുള്ളൂ. ഇനി സിറ്റൗട്ടിൽ ഒരു വുഡൻ ബെഞ്ചൊക്കെ വാങ്ങിയിടണമെന്ന് എനിക്കുണ്ടെങ്കിലും ഇട്ടിട്ട് കാര്യമില്ല, ഉപ്പ് കാറ്റടിച്ച് നശിച്ചു പോകും. തൽക്കാലം പ്ലാസ്റ്റിക് തന്നെ ആശ്രയം. വീടിന് 33 വർഷം പഴക്കമുണ്ടെങ്കിൽ ഒരു 10-20 വർഷമെങ്കിലും പഴക്കമുള്ള ഒരു റോസ് ബെഞ്ചാണ് ആ പുറത്ത് കിടക്കുന്നത്. അതിനത്ര വലിയ സ്ട്രെങ്ത് ഇല്ല. അതുകൊണ്ട് ഒരുപാട് പേര് ഇരിക്കാതിരിക്കാനാണ് ഞാനത് അങ്ങനെ ഒരു കോർണറിൽ കൊണ്ട് വെച്ചിരിക്കുന്നത്. ഞാനിരുന്നുള്ളി ഇരിക്കും. എൻ്റെ ഒരു ഫേവറേറ്റ് സ്പേസ് ആണത്. വീട്ടിൽ സിറ്റൗട്ടിൽ നിന്ന് നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ കാണുന്ന വ്യൂ ആണിത്. ഹോള് ഒരു എൽ ഷേപ്പിലാണ് കിടക്കുന്നത് കേട്ടോ. എൽ ഷേപ്പല്ല, എൽ തിരിച്ചെഴുതിയ പോലെയാണ് നമ്മുടെ ഹോള് കിടക്കുന്നത്. ഇത് ഞാൻ ക്യാമറ അകത്തോട്ട് വെച്ചപ്പോൾ 2 പേര് എൻ്റെ ഇടയിൽ പെട്ടതാണ്. ഈ കയറി വരുന്ന പോർഷനിലായിട്ട് നമ്മുടെ TV സ്റ്റാൻഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ബുക്ക് ഷെൽഫും ഉണ്ട്. അതിൽ ഒരുപാട് ബുക്സും കുക്കുവിൻ്റെ കുറച്ച് ആക്ടിവിറ്റി ബുക്സാണ് കേട്ടോ. ഒരുപാട് ചേച്ചി മീൻസ് ഡെല്ലയുടെ അമ്മ ഇങ്ങനെ ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുന്നതും കളറിങ് ബുക്സും എല്ലാം വാങ്ങിച്ചിട്ട് വരും. റീഡിങ് ബുക്സ് ചുരുക്കമാണ്, എന്നാലും ഉണ്ട്, ഇല്ലെന്നല്ല. അതാണ് ആ ഷെൽഫിൽ വെച്ചേക്കുന്നത്. ഇനി ഞാൻ അപ്പച്ചനെ കുറിച്ച് മുൻപ് പറഞ്ഞിട്ടില്ലേ, ഇതാണ് അപ്പച്ചൻ കുക്കുവായിട്ടിരിക്കുന്ന ഫോട്ടോ ആണ് അത്. കുക്കു ജനിക്കുമ്പോൾ ഞങ്ങളുടെ ആ ചെറുപ്രായത്തിൽ ഇറ്റ് വാസ് എ ഫെസ്റ്റിവൽ ഫോർ അസ്. അതുകൊണ്ട് ഒരുപാട് ഫോട്ടോസ് എടുത്ത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ വിത്ത് നിലു അവൻ്റെ പുറകെ തന്നെ ഓടാൻ സമയമില്ലാത്തതുകൊണ്ട് അതിനൊന്നും പോകാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അവൻ സോഷ്യൽ മീഡിയയിലാണ് നിറഞ്ഞു നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ വീട്ടിൽ അവൻ്റെ ഒരൊറ്റ ഫോട്ടോ ഫ്രെയിം പോലും ഇല്ല. ഇതാണ് നമ്മുടെ ലിവിങ് ഏരിയ. ഫ്രണ്ടിൽ നമുക്ക് ആകെയുള്ള സോഫ സെറ്റ് ഇതാണ്.
ഒന്നും കൂടി ഉണ്ടായിരുന്നു മുമ്പ് ഈ വീട് വെച്ചപ്പോഴല്ല, ഇതിൻ്റെ റെനോവേഷൻ ടൈമിൽ ഡാഡ വാങ്ങിച്ചൊരെണ്ണം. അത് ഞങ്ങൾ ഫേസ്ബുക്കിൽ വിറ്റു. സ്പേഷ്യസ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാം കൂടെ ഇവിടെ ഞങ്ങൾ നിലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേ സെലിബ്രേഷന് ഞങ്ങളുടേതായിട്ടൊരു റെനോവേഷൻ ഇതിൻ്റെ അകത്ത് നടത്തിയിരുന്നു. അപ്പോൾ കുറച്ച് സ്പേഷ്യസ് ആക്കാനായിട്ട് ഇവിടുന്ന് ആ സോഫ സെറ്റ് എടുത്ത് മാറ്റി. അപ്പോൾ ഈ ഒരു കോർണർ സോഫയുടെ സെറ്റ് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. ഈ ഫ്ലവേഴ്സൊക്കെ ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഈ 2 ക്ലേയുടേത്, ആ ഇരിക്കുന്ന വുഡൻ്റെത് ചേച്ചി ദുബായിൽ നിന്ന് വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഈ ക്ലേയുടേതൊക്കെ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്നെടുത്ത് മാറ്റും. ഒന്നെങ്കിൽ അത്, അല്ലെങ്കിൽ നിലു, രണ്ടുപേരും ഒരുമിച്ച് ഈ വീട്ടിൽ കാണത്തില്ല. നിലു അകത്തോട്ട് വരുമ്പോഴത്തേക്ക് ആ ക്ലേയുടെ 2 പോട്ടും കൂടി എടുത്ത് ഞാൻ അവിടെ ആ വോളിൽ കണ്ട സ്പേസിലേക്ക് വെക്കും. TV സ്റ്റാൻഡിൻ്റെ താഴെ തന്നെയായിട്ട് കുറച്ച് ഫ്ലഫി ടോയ്സും വെച്ചിട്ടുണ്ട്. അത് നിലു ഇടയ്ക്കിടയ്ക്ക് എടുക്കുന്നതാണ്. എടുത്ത് ഇവിടെയൊക്കെ വിതറി ഇട്ടിട്ട് അവൻ പോവും. പെട്ടെന്ന് എടുത്ത് വെക്കാനും അവൻ എടുക്കാനും എളുപ്പമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാനത് സ്റ്റാൻഡിൻ്റെ താഴെ വെച്ചേക്കുന്നത്. ഇത് പിന്നെ നിലുവിൻ്റെ ട്രോളി വണ്ടി, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാ വീഡിയോയിലും. ഇതാണ് നമ്മുടെ തിരുഹൃദയ പടം. അങ്ങനെയാണ് കേട്ടോ പറയുന്നത്. വീട്ടിൽ തിരുഹൃദയ പടം എവിടെ ഇരിക്കുന്നു എന്നായിരിക്കും അച്ഛനൊക്കെ വരുമ്പോൾ ആദ്യം ചോദിക്കുന്നത്. അതിന് താഴെ കാണുന്നത് ഡാഡയുടെ പേരൻസിൻ്റെ പിക്ചേഴ്സാണ്. ഡാഡയുടെ അമ്മയും ഡാഡയുടെ പപ്പയും. ഡാഡയുടെ ഫാദറിൻ്റെ പേര് ഡേവിഡ് എന്നാണ്. ഡേവിഡ് പപ്പ എന്നാണ് ഇവിടെ എല്ലാവരും പറയുന്നത്. ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിൻ്റെ പേരും ഡേവിഡ്സ് എന്നാണ്. ഇതും മീഷോയിലെ പ്രോഡക്റ്റ്സ് ആണ്. വേസും ഫ്ലവേഴ്സും ഒക്കെ മീഷോയിൽ നിന്നാണ്, ആർട്ടിഫിഷ്യലാണ്. ഇവിടെ അധികം ഈ സ്നേക്ക് പ്ലാന്റ് മാത്രം, അകത്ത് ഈ വലിയ പോട്ടിൽ വെച്ചിരിക്കുന്ന സ്നേക്ക് പ്ലാന്റ് മാത്രമേ നിൽക്കത്തുള്ളൂ. വേറെ എന്ത് വെച്ചാലും മണി പ്ലാന്റും നിൽക്കും. ബാക്കി ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ കരിഞ്ഞു പോകും വെച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം ഫേക്ക് പ്ലാന്റ്സ് ആക്കി. ഈ ഒരു സ്പേസിൽ ഡാഡയുടെ ആം ചെയർ മാത്രമായിരുന്നു ഇരുന്നത്. ഇത് നിലുവിൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് എൻ്റെ ഫ്രണ്ട്സ് ബേഗോൾസ് കൊണ്ടുവന്ന ടെൻറ്റാണ് അവിടെ ഇരിക്കുന്നത്. പിന്നെ കുക്കു സാറിൻ്റെ കുറച്ച് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങളാണ് ഫിഷ് ടാങ്കിൻ്റെ താഴെ, ബുക്കും ക്രയോൺസും സ്കെച്ചസും അങ്ങനെയൊക്കെ. ഇതാണ് നമ്മുടെ ഡൈനിങ് ഏരിയ. മുൻപത്തെ ഹോൾ ഇതായിരുന്നു. ഈ വീട് വെക്കുന്ന സമയത്ത് ഇവിടെ വരെ ഒരു ഹോളും പിന്നെ ഒരു കൊച്ചു സിറ്റ് ഔട്ടും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞങ്ങളുടെ കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് കുക്കു ജനിക്കുന്ന വർഷമാണ് വീട് റിനോവേറ്റ് ചെയ്ത് മുമ്പിലോട്ട് ആ ഒരു ഹോളും കാർ പോർച്ചും ഒക്കെ ഇറക്കുന്നത്. ഇത് ഗിറ്റാറാണെന്നാണ് ഞാനും വിചാരിച്ചിരുന്നത്, പക്ഷേ അല്ല, അത് ഉക്കുലയാണ്. എ ഹൗസ് ഇസ് ബിൽഡ് ബൈ ഹാൻഡ്സ്, എ ഹോം ഇസ് ബിൽഡ് ബൈ ഹേർട്സ്. ഞാനിവിടെ ട്യൂഷന് വരുമ്പോൾ ഞാൻ നോട്ട് ചെയ്ത് വെച്ചിരുന്ന സാധനമായിരുന്നു അത്. ഞാനൊരു 4th വരെ ഇവിടെ ആയിരുന്നു ട്യൂഷനൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഫോർച്യുനേറ്റ്ലി ഞാനും ഈ ഒരു ഹോമിലേക്ക് തന്നെ എത്തി. ഇവിടെയുള്ള പിക്ചേഴ്സ് അതിന് ഡാഡയുടെയും മമ്മിയുടെയും പിന്നെ ചേച്ചിയുടെ ഫാമിലിയുടെയും ഞാനൊരു ആപ്പിൽ കാർട്ടൂണൈസ് ചെയ്തെടുത്തതാണ്. അത് ഡാഡ ഇങ്ങനെ ഫ്ലെക്സാക്കി വിനൈൽ ചെയ്തിട്ട് അതിനിങ്ങനെ ഫ്രെയിമൊക്കെ പിടിപ്പിച്ച് ഇവിടെ വെച്ചതാണ്. നമുക്കിവിടെ അങ്ങനത്തെ ഫോട്ടോ ഫ്രെയിംസ് ഒന്നും ഇരിക്കത്തില്ല, പെട്ടെന്ന് നശിച്ചു പോകും. വുഡൻ ആണെങ്കിൽ പിന്നെ ഇരിക്കും. അപ്പോൾ അതൊക്കെ എൻ്റെയും ഡാഡയുടെയും ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് ആണ് ഈ മതിലയിലൊക്കെ കാണുന്നത്. പിന്നെ അവിടെ ഇരിക്കുന്നത് ചേച്ചിയുടെയും ഡാരലിൻ്റെയും പിക്ചറാണ്. എ പ്രഷ്യസ് ഗിഫ്റ്റ് ഫ്രം ഗോഡ് എന്നാണ് ആ ഫ്രെയിമിൽ എഴുതിയിരിക്കുന്നത്. ഡാരൽ ഇസ് വെരി സ്പെഷ്യൽ, കാരണം ഈ വീട്ടിൽ ആദ്യത്തെ ചെറുകൊച്ചവനാണല്ലോ. പിന്നെ നിങ്ങൾ എൻ്റെ വീഡിയോസ് റെഗുലറായിട്ട് കാണുന്നവരാണെങ്കിൽ അറിയാൻ പറ്റും, ഞങ്ങൾ ഈ വള്ളം കളിയും ഒക്കെ താല്പര്യമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കുറച്ച് പ്രിൻറ്റഡ് കപ്സും പിന്നെ ഓരോ ബ്രാൻഡ് കഴിക്കാനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഗ്ലാസ്സസും ഉണ്ട്. ഇത് ചേച്ചിയുടെയും ചേട്ടൻ്റെയും വെഡ്ഡിങ് ഫോട്ടോ ആണ്. അതിന് താഴെ കുക്കുവിൻ്റെയും കൊച്ചുവിൻ്റെയും കൂടെ, അനീജാസിൻ്റെ മോൻ കൊച്ചുവിൻ്റെയും കൂടെ ഒരു പിക്ചറാണ്. ഇത് മമ്മിയുടെ മരിച്ചുപോയ ഒരു ചേച്ചിയുടെ പിക്ചർ. ഇത് വീണ്ടും ചേച്ചിയുടെ ഒരു ഫാമിലി ഫോട്ടോ. ഈ ഗ്ലാസ് ഞാൻ തുറക്കാൻ നല്ല പാടായതുകൊണ്ടാണ് കേട്ടോ. അതിൻ്റെ ഈ ഫ്രെയിമിൻ്റെ എൻ്റെയൊക്കെ തുരുമ്പടിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ ഏരിയ ആയതുകൊണ്ട് പെട്ടെന്ന് തുരുമ്പടിക്കും. അപ്പോൾ എണ്ണയൊക്കെ ഇട്ടിട്ട് വേണം തുറക്കാനായിട്ട്. അത് തുറന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് പൊടിയും ഈർപ്പോ അടിച്ച് അതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ നശിക്കും. അതുകൊണ്ട് അധികം തുറക്കാറില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഡൈനിങ് ഹാൾ ഏരിയ. 2 ബെഡ്റൂം ആ സൈഡിലായിട്ടാണ്. ഞാൻ നേരത്തെ പറഞ്ഞ ഫ്രെയിം. പിന്നെ ഇവിടെ അച്ചാറ് ഞാൻ നീറ്റായിട്ട് ഒതുക്കി വെച്ചത്. ആരോ ഒരു വിക്സ് കുപ്പി കൊണ്ട് ഇതിൻ്റെ പുറത്ത് വെച്ചു. കെച്ചപ്പ്, പിന്നെ 2-3 ബിസ്ക്കറ്റ്സ് ആണ് ആ ഗ്ലാസ് ബോട്ടിൽ. നിലു ഇടയ്ക്ക് ഇങ്ങനെ അകത്ത് വന്നിട്ട് പിറ്റി എന്ന് പറയും. അപ്പോൾ പിറ്റി എന്നും പറയും, 2 ബിക്കറ്റ് എന്നും പറയും. ബിസ്ക്കറ്റ്സിനാണ്. അപ്പോൾ എടുത്ത് കൊടുക്കാനുള്ള എളുപ്പത്തിനാണ് അത് മാത്രം അവിടെ വെച്ചേക്കുന്നത്. ഇനി ഇത് നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം. താഴെയാണ് ഞങ്ങൾ കിടക്കുന്നതെങ്കിൽ ഞാനും അലനും യൂസ് ചെയ്യുന്ന ബെഡ്റൂമാണിത്. ഇത് മീഷോയിലെ ബെഡ്ഷീറ്റാണ്. ഞാൻ പറഞ്ഞിട്ടില്ല, ഈ പ്രോഡക്റ്റ്സ് എല്ലാം 100-800 രൂപയുടെ അകത്തുള്ളതാണ് കേട്ടോ. അവിടെ ഇരുന്ന ഫ്ലവേഴ്സ്, ഈ ഒരു ഷീറ്റ്സ്, 2 കുട്ടി പില്ലോസ്, ഇതെല്ലാം എനിക്ക് വളരെ അഫോർഡബിൾ റേറ്റിൽ മീഷോയിൽ നിന്ന് കിട്ടിയതാണ്. ഇതിപ്പോൾ സെപ്റ്റംബറിലെ പെരുന്നാൾ കഴിയുമ്പോൾ ഈ ഷീറ്റൊക്കെ ഇവിടുന്ന് മാറും കേട്ടോ. പിന്നെ ഏതെങ്കിലും പഴയ ഷീറ്റൊക്കെ ആയിരിക്കും. ഈ റൂമിലോട്ട് കയറിയപ്പോൾ ആദ്യം കണ്ട വുഡൻ കബേർഡ് എൻ്റെ ഡ്രസ്സുകൾ ഇരിക്കുന്ന സംഭവമാണ്. അതിനപ്പുറത്ത് നമ്മുടെ കോസ്മെറ്റിക്സ്, ക്രീംസ്, ഹെയർ കെയർ ഐറ്റംസ്, സ്കിൻ കെയർ ഐറ്റംസ് അതൊക്കെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. ആ ടേബിളിൻ്റെ അടിയിൽ ഇൻവെർട്ടറും ബാറ്ററിയൊക്കെ ഉണ്ട്. അതാണ് അതങ്ങനെ പൊതിഞ്ഞിട്ടിരിക്കുന്നത്. അവിടെ തന്നെ എൻ്റെ തയ്യൽ മെഷീനും കൂടി ഇരിപ്പുണ്ട്. അത് ആ ബോക്സിൻ്റെ അകത്ത്, വൈറ്റ് കബേർഡിൻ്റെ അകത്ത്, കാർഡ്ബോർഡ് ബോക്സിൻ്റെ അകത്ത് അതാണ്. പിന്നെ ബെഡിൻ്റെ സൈഡിലായിട്ട് കണ്ട ആ കബോർഡ്, വോൾ കബോർഡ്, കുക്കുവിൻ്റെ ഡ്രസ്സ് ഇരിക്കുന്നതാണ്. ഇത് സെക്കൻഡ് റൂം. ഈ അയൺ ടേബിളിൻ്റെ അടിയിൽ ഡെല്ലയും കുക്കുവും കൂടി ഇപ്പോൾ ഒളിച്ചിരിപ്പുണ്ട്. അതാണ് ഇവിടെ ഒരു കുലുക്കമൊക്കെ.
ഈ ബെഡ്ഷീറ്റും ബെഡ് കേസസും പില്ലോസും എല്ലാം ഞാൻ മീഷോയിൽ നിന്ന് തന്നെ ഓർഡർ ചെയ്തതാണ് അഫോർഡബിൾ റേറ്റിന്. ഇവിടെ ഇരിക്കുന്നതും കുക്കുസാറിൻ്റെ പിക്ചറാണ്, പിന്നെ അത് ഡാഡ വരച്ച ഒരു പിക്ചറാണ്. ഇത് ഈ സൈഡിലായിട്ട് കാണുന്നത് കുക്കുസാറിൻ്റെ സ്റ്റഡി ടേബിളാണ്. അതിൻ്റെ താഴെ കാർഡ്ബോർഡിൽ നിലുവിൻ്റെ പാമ്പേഴ്സാണ്. താഴെ 2 ബാസ്ക്കറ്റ്സിൽ അവൻ്റെ സ്കിൻ കെയർ ഐറ്റംസും ടവൽസും ഒക്കെയാണ്. അവിടെ 3 ടൈം ടേബിൾ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. റെഗുലർ ടൈം ടേബിൾ, വീക്കെൻഡ്സിലും ഡെയിലി ഫോളോ ചെയ്യേണ്ടതും. ഈ വീട്ടിൽ ദ ലീസ്റ്റ് യൂസ്ഡ് ആയിട്ടുള്ള ഐറ്റംസാണ് ആയിരിക്കുന്ന സ്റ്റഡി ടേബിളും ആ 3 ടൈം ടേബിളും. ടൈം ടേബിൾ അവൻ നോക്കാറേ ഇല്ല, അവൻ വകവെക്കാറുമില്ല. ഈ വീട്ടിലെല്ലായിടത്തും ഇരുന്ന് അവൻ പഠിക്കും, എക്സെപ്റ്റ് ഓൺ ദ ടേബിൾ. അവിടെ ഇരുന്ന് മാത്രം അവൻ പഠിക്കത്തില്ല. ഇത് കിഡ്സ് ബെഡ്റൂം എന്ന് നമുക്ക് സങ്കല്പിക്കാം. അവന്മാർ ഇപ്പോഴും ഒറ്റയ്ക്ക് കിടക്കത്തില്ല. അവരെ എപ്പോഴെങ്കിലും അവർ തന്നെ കിടക്കുമ്പോഴത്തേക്ക് കിടക്കാനുള്ള അവരുടെ ബെഡ്റൂമാണ്. ഡാരലും ഡെല്ലയും വന്നാൽ ഈ ബെഡ്റൂമിലാണ് കിടക്കുന്നത്. ഈ ബെഡ്റൂമിലാണ് അറ്റാച്ച്ഡ് ബാത്റൂമും ഉള്ളത്. പിന്നെ അവിടെ കുക്കുവിൻ്റെ തൊട്ടിലാണ്, നിലുവും കിടന്ന തൊട്ടിലാണ്. അതിൽ കുറേ ഫ്ലഫി ടോയ്സാണ് ഇട്ട് വെച്ചേക്കുന്നത്. സെക്കൻഡ് റൂമിൽ ഇത്രയേ ഉള്ളൂ സംഭവങ്ങൾ. ഈ സൈഡിലായിട്ട് വോളിലുള്ള അലമാരിയിലാണ് നിലുവിൻ്റെ ഡ്രസ്സൊക്കെ വെച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നമ്മുടെ വാഷ് ഏരിയ ആണ്. ഈ സെക്കൻഡ് ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേക്ക് ഡൈനിങ് ടേബിളിൻ്റെ മറ്റൊരു എൻഡിൽ നമ്മളെത്തും. അവിടെയാണ് വാഷ് ഏരിയ. ആ ബ്ലാക്ക് ഒരു കബോർഡാണ്. അവിടെ പിള്ളേരുടെ മരുന്ന്, ടൂത്ത് ബ്രഷ് അതൊക്കെയാണ് വെച്ചേക്കുന്നത്. പിന്നെ അവിടുത്തെ ഒരു ചെറിയ മിററും പല്ല് തേക്കാനുള്ള സിങ്കും നിലുവിനും കുക്കുവിനും എത്താനായിട്ട് ഒരു ചെറിയ സ്റ്റൂളും ഇട്ടിട്ടുണ്ട്. ഇവിടുന്ന് നേരെ പോകുമ്പോഴാണ് നമ്മുടെ കിച്ചൺ. സൈഡിലായിട്ടാണ് സ്റ്റെയർ റൂം. സ്റ്റെയർ റൂമിലോട്ട് കയറുന്നതിന് മുമ്പ് അവിടെ ക്യാമറ വെച്ചാൽ ഇങ്ങനെയായിരിക്കും നമ്മുടെ വീട് കാണുന്നത്. ഹോള്, ഡൈനിങ് ഹോള്, 2 ബെഡ്റൂം. പിന്നെ കിച്ചൺ ടൂറിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ രണ്ടാമത് ഈ അറ്റത്തായിട്ട് കാണുന്ന കബോർഡിനെ കുറിച്ചിട്ട്. കിച്ചണിൽ നമ്മൾ അധികം യൂസ് ചെയ്യാത്ത പാത്രങ്ങൾ വെക്കുന്ന ആ ഒരു കബോർഡ്. ഈ സ്റ്റെയർ റൂമിൻ്റെ ഗ്രില്ലിൽ മമ്മി ഒരു സാരി ചുറ്റിയിരിക്കുന്നത് അത് പെട്ടെന്ന് തുരുമ്പടിച്ച് പോകാതിരിക്കാനാണ്. സ്റ്റെയർ റൂമിലോട്ട് കയറുന്നിടത്ത് തന്നെയാണ് നമ്മുടെ ബിന്ന് ഇരിക്കുന്നത്, കഴുകാനുള്ള തുണിയിടുന്ന ബിന്ന്. ഈ വീടിന് 33 വർഷത്തെ പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. 8 വർഷത്തെ പഴക്കേ ഉള്ളൂ ഈ ഒരു സ്റ്റെയർ റൂമിനും ഫ്രണ്ടിലെ കാർ പോർച്ചിനും ആ എക്സ്റ്റെൻഡഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഹോളിനും. ഇത് ബാക്കിലോട്ട് ഇറങ്ങുന്ന ഒരു സ്റ്റെയർ ആയിരുന്നു. അത് ഡാഡ അവിടുന്ന് താഴോട്ടൊരു ബെൻഡ് കൊടുത്തിട്ട് സ്റ്റെയർ പകുതിക്ക് അടച്ചിട്ടാണ് ആ ഒരു സ്റ്റെയർ റൂം കെട്ടി സ്റ്റെയർ അകത്തുനിന്നാക്കിയത്. സ്റ്റെയർ കയറി വരുമ്പോഴത്തേക്ക് കാണുന്നത് നമ്മുടെ വാഷിംഗ് മെഷീനാണ്. പിന്നെ സ്റ്റാൻഡും എടുത്ത് കളയാൻ സമയമായി, നിറയെ തുരുമ്പായി. അതുകൊണ്ടാണ് ഒരുപാട് തുണികൾ ഇപ്പോൾ അതിലിടാത്തത്. വാഷിംഗ് മെഷീൻ ഇരിക്കുന്ന സൈഡിൻ്റെ നേരെ ഇപ്പുറത്തെ സൈഡിലായിട്ട് കുറച്ച് ജിം എക്യുപ്മെൻറ്റ്സും സിസിജിയിലെ കുറച്ച് ബോക്സസുമായിട്ട് ഭയങ്കര ക്ലട്ടേർഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. അവിടെ അധികം കാണാനൊന്നുമില്ല. അതുകൊണ്ടാണ് ഞാൻ ആ സൈഡിലോട്ട് ക്യാമ്പ് വെക്കാത്തത്. നേരെ ഇറങ്ങി വന്നാൽ നമ്മുടെ ഡോറ് തുറന്നാൽ നമ്മൾ ഈ ഒരു വ്യൂവിലേക്കാണ് ഇറങ്ങുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ ഈ വീടിന് ബീച്ച് ഹൗസ് എന്ന് പറയുന്നത്. അപ്പൻ എൻ്റെ സ്കൂട്ടിയും കൊണ്ട് അതിൻ്റെ ഇടയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ താഴെ. അപ്പോൾ ഒരു കാപ്പിയൊക്കെ ആയിട്ട് വൈകുന്നേരം സൺസെറ്റിൽ നമ്മളിവിടെ വന്നിരുന്നാണ് ചില്ല് ഔട്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം കാണാം. എൻ്റെയും ആലൻ്റെയും ബെഡ്റൂം. കല്യാണം കഴിച്ച് വരുമ്പോൾ തൊട്ട് ഞങ്ങളുടെ ബെഡ്റൂം ഇതാണ്. ഇപ്പോൾ അമ്മ ഇവിടെ ഉള്ളതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പോൾ മേളിലാണ് കിടക്കുന്നത്. അമ്മ സ്വസ്ഥമായിട്ട് താഴെ ഇഷ്ടമുള്ളൊരു ബെഡ്റൂമിൽ കിടക്കട്ടെ എന്ന് കരുതിയിട്ട്. ഇതാണ് ഈ വീട്ടിലെ ആലൻ്റെ ദ മോസ്റ്റ് ഫേവറേറ്റ് സ്പേസ്. ഇത് ആലൻ്റെ ബെഡ്റൂം ആയിരുന്നു പണ്ട് തൊട്ട് തന്നെ. ഈ വിൻഡോ സ്പേസസ് ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. 2 വിൻഡോയിൽ കൂടെ നോക്കിയാലും കടൽ തന്നെയാണ് കാണുന്നത്. ഇത് ഒരു ബൈനോക്കുലറാണ്, ചേട്ടൻ്റെതാണ്, ജൻചേച്ചിയുടെ ഹസ്ബൻഡിൻ്റെ. മൂണൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാൻ കേട്ടോ അതിൽ. ഞങ്ങൾ കിടക്കുന്ന ബെഡ്സാണ് ഇത്. താഴെ കുട്ടികളെ കിടത്തും, ഞങ്ങൾ മേലെ കിടക്കും. അല്ലെങ്കിൽ ഉരുണ്ട് എന്തായാലും 2 എണ്ണം താഴെ വരുമല്ലോ. പിന്നെ ഇപ്പോൾ അവർ തമ്മിലൊരു മത്സരം നടക്കുകയാണ്, ആരാണ് ഏറ്റവും കൂടുതൽ ബെഡിൽ സുസു വയ്ക്കുക എന്നുള്ളത്. അതുകൊണ്ട് ലൈറ്റ് ഷീറ്റ്സ് ഒന്നും ഞാനിവിടെ ഉപയോഗിക്കാറില്ല. ഇത് നമ്മൾ ആ കണ്ട വരാന്തയോളം തന്നെ വരുന്ന ഒരു വലിയൊരു ബെഡ്റൂമാണ്. ഈ വീട്ടിലെ ഏറ്റവും വലിയ ബെഡ്റൂമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ 2, അത് മറ്റേ കിങ് സൈസ് ഒരു ബെഡാണ് അപ്പുറത്ത് കിടക്കുന്നത്. താഴെയുള്ളത് ഒരു ഡബിൾ ബെഡാണ്. ഇപ്പോൾ വീഡിയോയിൽ അത് മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് എടുത്ത് പറഞ്ഞത്. വലിയ ബെഡ്റൂമാണ്, നമ്മുടെ ആ വരാന്തയോളം പോകുന്ന അത്രയും ഉള്ള ബെഡ്റൂമാണ്. താഴത്തെ ഹോള് 2 ബെഡ്റൂം, അതിന് മേളിലായിട്ടുള്ള അത്രയും പോർഷന് നമുക്ക് ഈ ഒരു ഒറ്റ ബെഡ്റൂമാണ്. ഇതങ്ങനെ ഒറ്റ സ്ട്രെച്ചിലൊരു ബെഡ്റൂമായിട്ട് കിടക്കുന്നത് കൊണ്ട് ഒരു ഡ്രസ്സിങ് ഏരിയ വരുത്താനായിട്ട് ഇത് താഴെ പണ്ടിരുന്ന ഒരു പാർട്ടിഷൻ ഷെൽഫാണ് ഇരിക്കുന്നത്. ഒരു വുഡൻ്റെ ഡൈനിങ് ഏരിയയ്ക്കും ഹോളിനും ഇടയ്ക്കായിട്ടിരുന്ന സംഭവമാണ്. അത് ഞാൻ കൊണ്ടുവന്ന് ഇവിടെ വെച്ചു. അത് എൻ്റെ കല്യാണ ബൊക്കെയാണ് ഇരിക്കുന്നത്. മേലെ ഉള്ളത് കുക്കു സാറിൻ്റെ ഫോട്ടോ ഫ്രെയിം തന്നെയാണ്. പിന്നെ ഞാൻ രാത്രി ഊരി വയ്ക്കുന്ന ക്ലിപ്സാണ് ആ ഷെൽഫിലൊക്കെ ഉള്ളത്. ഇവിടുത്തെ ആ ബാത്റൂം ഏരിയയുടെ മേളിലായിട്ടാണ് AC ഇരിക്കുന്നത്. അവിടെ തന്നെ ഒരുപാട് ബോക്സസ് പിന്നെയും സിസിജിയുടേതും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത്. വളരെ ക്ലറ്റേർഡ് ആയിട്ട് കിടക്കുകയാണ്. അത് സിസിജിയിൽ ഒരു റൂം പണിയുന്നേ ഉള്ളൂ. അപ്പോൾ അത് പണിഞ്ഞൊക്കെ കഴിഞ്ഞിട്ട് വേണം ഈ ബോക്സസൊക്കെ അങ്ങോട്ട് മാറ്റാനായിട്ട്. ഇവിടെ എൻ്റെ ഫേവറേറ്റ് 2 ഫോട്ടോ ഫ്രെയിംസ് ഉണ്ട്. ഇതും ഡാഡ ചെയ്തതാണ്, ഞാൻ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ഡാഡ ചെയ്തതാണ്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ബെഡ്റൂം. ഈ വിൻഡോസ് ഒന്നും നമുക്ക് അങ്ങനെ അത്രയും നേരം തുറന്നിടാൻ പറ്റത്തില്ല, പെട്ടെന്ന് തുരുമ്പടിക്കും. അതുകൊണ്ട് അങ്ങനെ എപ്പോഴും തുറന്നിടാറില്ല. ഇത് പിന്നെ ഈ ഒരു വീഡിയോയ്ക്ക് തന്നെ കാരണമായ എൻ്റെ കിച്ചൺ.
ഇൻസ്റ്റാഗ്രാമിൽ പാട്ടിന് ലിപ്സിങ്കും ചെയ്ത് വീഡിയോ ചെയ്തിരുന്ന ഞാൻ പതുക്കെ കിച്ചൺ വീഡിയോസിലോട്ട് പോവുകയും അവിടെ നിന്നാണ് ഇപ്പോൾ ചെയ്യുന്ന വീഡിയോസിൽ എത്തിയേക്കുന്നത്. എന്നെ ഇവിടം വരെ എത്തിച്ച എൻ്റെ കിച്ചൺ. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കിച്ചൺ ടൂർ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ കിച്ചൻ്റെ ഡീറ്റെയിലിങ്ങിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരു ഒറ്റ സൈഡിലേ എനിക്ക് കൗണ്ടർ ടോപ്പ് ഉള്ളൂ. വിൻഡോ സ്പേസും ആ ബാക്കിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കിച്ചണിനെ നേരെ ഓപ്പോസിറ്റ് ആംഗിളിൽ കൂടെ ഒന്ന് നോക്കാം. ഇതാണ് നമ്മുടെ കിച്ചൺ. ഇനി വീണ്ടും നമ്മുടെ കിച്ചൺ. ഇനി വീട്. ഇത് നമ്മൾ ഇവിടെ നിന്ന് നോക്കിയാൽ ഇത് ബാക്ക് ഡോറിലാണ് ഞാൻ നിൽക്കുന്നത്. നേരെ ഫ്രണ്ട് ഡോറിൻ്റെ നേരെയായിട്ട് തന്നെ നേരെ ബാക്ക് ഡോറും ഉണ്ട്. കതക് കാറ്റത്ത് അടിക്കാതിരിക്കാനാണ് ഒരു ടൈയുടെ ഒരു സ്ട്രിപ്പ് വെച്ച് അവിടെ കെട്ടി വെച്ചേക്കുന്നത്. ഇനി പുറത്തായിട്ട് എനിക്ക് ചെറിയൊരു ഷെഡ് പോലുണ്ട്, തുണി ഉണക്കാനൊക്കെ ആയിട്ട്. മതിലൊക്കെ ഈ ഒരു സൈഡൊക്കെ നല്ല പായലൊക്കെ പിടിച്ച് കിടപ്പുണ്ട്. അത് ചുരണ്ടിയാലും പോകുന്നില്ല, പെയിൻ്റ് അടക്കം ഇളകി വരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അതങ്ങനെ വിട്ടു. ഇവിടെ പുറത്തായിട്ട് ഒരു ബാത്റൂമും കൂടെ ഉണ്ട്. അതാണ് നിങ്ങൾ ആ ഡോർ അവിടെ കണ്ടത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ കാണുന്ന വീട്ടിൻ്റെ ഉള്ളിലുള്ളത്. ഹോം ടൂർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം.